നിയമസഭയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപനം നടന്ന ദിവസം എന്നുള്ള നിലയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുക എന്നുള്ള നിർദ്ദേശം ഇന്ന് പരിപൂർണമായും ലംഘിക്കപ്പെട്ടു. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്നവർ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ള തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടത്. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. വി.ഡി. സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, വരികൾ അതിലുണ്ട് എന്നാണ്. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തമാക്കണം ഏതൊക്കെ വരികളാണ് അന്യമതങ്ങളെ വ്രണപ്പെടുത്തുന്നതും മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള വരികൾ ഈ വന്ദേ മാതരത്തിലുള്ളത്. 1896 വന്ദേ മാതരം കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ, AICC സമ്മേളനത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ രൂപത്തിൽ ആലപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കപ്പെട്ടത്. അതിനുശേഷം എന്നു മുതലാണ് കോൺഗ്രസ്സിന് വന്ദേ മാതരം മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതല്ല എന്ന് തോന്നിത്തുടങ്ങിയത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചു. സർക്കാരിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യ ഭാഗത്ത് തന്നെ 10ാമത്തെ ഖണ്ഡികയിൽ സർക്കാർ പറയുന്നത്, സംസ്ഥാനം ഇന്ന് ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണ്. നിലവിലുള്ള ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കവും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടി എൻ്റെ സർക്കാർ നേരിടും. ഇത് പറഞ്ഞതിന് ശേഷം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ, ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധവുമായിട്ട് ഒരു തരത്തിലും നിരക്കാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാണ് നമ്മുടെ നിലവിലുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ വി.ഡി. സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ആ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിനെ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ പറഞ്ഞ സ്വപ്ന പദ്ധതികൾ? അതോടൊപ്പം കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നത്? ഈ സർക്കാർ വയോജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് ഒരു പ്രത്യേക വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വകുപ്പിന് ആദ്യത്തെ 3 ദിവസം മന്ത്രിയില്ലായിരുന്നു, പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. അതിനുശേഷമാണ് ആ മന്ത്രി ആരായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ, മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സൗജന്യമായിട്ടുള്ള ചികിത്സ എന്നുള്ള പ്രഖ്യാപനം നടത്തി. അത് നടപ്പാക്കാത്ത സംസ്ഥാനമാണ് കേരളം.
പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. ഏറ്റവും ചുരുങ്ങിയത് ഈ വയോജനക്ഷേമത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സാഹചര്യത്തിൽ ആ പദ്ധതിയെങ്കിലും കേരളം നടപ്പിലാക്കുമെന്ന് പറയാൻ ഈ നയപ്രഖ്യാപനത്തിൽ സമയം കണ്ടെത്തിയില്ല സർക്കാർ. മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള 2 വലിയ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ തന്നെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങൾ വ്രണപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ്? പരാമർശിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുനമ്പം. മുനമ്പത്തിൻ്റെ വിഷയത്തിൽ ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആകെ പറഞ്ഞിരിക്കുന്നത് വഖഫ് ആസ്തികളുടെ സംരക്ഷണവും പരിപാലനവും വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ്. 610 കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ അവരെ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് 10 മിനിറ്റ് കൊണ്ട് പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 10 മിനിറ്റും കഴിഞ്ഞ് 10 ദിവസവും കഴിഞ്ഞ് സർക്കാരിൻ്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ ആദ്യം പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ, മുഖ്യമന്ത്രി കോൺഗ്രസ്, നിയന്ത്രണം മുസ്ലിം ലീഗിൻ്റെ എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം വ്യക്തമാക്കുന്നതാണ് ഈ നയപ്രഖ്യാപനവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നയപ്രഖ്യാപനം. സംസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാളും ഈ നയപ്രഖ്യാപനം, ഇതുപോലുള്ളൊരു നയപ്രഖ്യാപനം നടത്തില്ല. പകരം അവർ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളുടെ പരിഹാര മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രസംഗം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്. നയപ്രഖ്യാപനത്തിൽ ഇതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറയും എന്നുള്ളതാണ്. അതൊന്നുമില്ലാത്ത ഈ നയപ്രഖ്യാപനം ഇത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്.